ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂമൻ ക്രിസ്റ്റോ 101 ദിവസം കൊണ്ട് ബൈബിൾ പുതിയ നിയമം വായിച്ചു തീർക്കുന്ന വചനപദ്ധതിയിലേക്ക് ഏവർക്കും സ്വാഗതം. 8-ാം ദിനമായ ഇന്ന് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ സ്വർഗരാജ്യം ഒരു വിത്തായി നമ്മുടെ ഉള്ളിൽ വളരുന്നതിനെപ്പറ്റി പഠിപ്പിക്കുമ്പോൾ നാം ഇന്ന് വെളിപാട് പുസ്തകവും നോക്കുന്നുണ്ട്. വെളിപാട് 1-ാം അധ്യായം ആ രാജ്യം പൂർണ്ണതയിലെത്തുമ്പോൾ നാം ദർശിക്കാനിരിക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രതാപം വെളിപ്പെടുത്തുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം. വിതക്കാരൻ്റെ ഉപമ. ആ ദിവസം യേശു വീട്ടിൽ നിന്ന് പുറത്തു വന്ന് കടൽ തീരത്തിരുന്നു. വലിയ ജനക്കൂട്ടം അവൻ്റെ ചുറ്റും കൂടി. തന്നിമിത്തം അവനൊരു തോണിയിൽ കയറിയിരുന്നു. ജനക്കൂട്ടം മുഴുവൻ തീരത്തു നിന്നു. അപ്പോൾ അവൻ ഏറെ കാര്യങ്ങൾ ഉപമകൾ വഴി അവരോട് പറഞ്ഞു. ഇതാ, വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. അവൻ വിതച്ചപ്പോൾ കുറെ വിത്തുകൾ വഴിയരികിൽ വീണു. പക്ഷികൾ വന്ന് അവ തിന്നുകളഞ്ഞു. എന്നാൽ ചിലത് മണ്ണധികമില്ലാത്ത പാറമേൽ വീണു. മണ്ണിന് താഴ്ചയില്ലാതിരുന്നാൽ പെട്ടെന്ന് മുളച്ചു പൊങ്ങി. സൂര്യനുദിച്ചപ്പോൾ അവ വെയിലേറ്റ് വാടുകയും വേരില്ലാതിരുന്നാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. എന്നാൽ വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അവയെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലതാകട്ടെ നല്ല നിലത്ത് വീണു. അവ 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഉപമകളുടെ ഉദ്ദേശ്യം. അപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത്? അവൻ മറുപടി പറഞ്ഞു, നിങ്ങൾക്കാണ് സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ വരം നൽകപ്പെട്ടിരിക്കുന്നത്. അവർക്കാകട്ടെ നൽകപ്പെട്ടിട്ടില്ല. കാരണം ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാകുകയും ചെയ്യും. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. അതുകൊണ്ടാണ് ഞാൻ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത്. എന്തെന്നാൽ അവർ കാണുന്നെങ്കിലും കാണുന്നില്ല, കേൾക്കുന്നെങ്കിലും കേൾക്കുന്നില്ല, ഗ്രഹിക്കുന്നുമില്ല. യെശയ്യായുടെ പ്രവചനം അവൽ പൂർത്തിയായിരിക്കുന്നു. നിങ്ങൾ തീർച്ചയായും കേൾക്കും, എന്നാൽ മനസ്സിലാക്കുകയില്ല. നിങ്ങൾ തീർച്ചയായും കാണും, എന്നാൽ ഗ്രഹിക്കുകയില്ല. കാരണം അവർ കണ്ണുകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും അസാധ്യമാകും വിധം ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു. ചെവിയുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു. കണ്ണ് അവർ അടച്ചു കളഞ്ഞിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കാണുന്നു. നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കേൾക്കുന്നു. കാരണം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകം പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല. വിതക്കാരൻ്റെ ഉപമ വിശദീകരിക്കുന്നു. ആകയാൽ വിതക്കാരൻ്റെ ഉപമ നിങ്ങൾ കേട്ടുകൊള്ളുവിൻ. ഒരുവൻ രാജ്യത്തിൻ്റെ വചനം കേട്ട് മനസ്സിലാക്കാതിരിക്കുമ്പോൾ ദുഷ്ടൻ വന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് അപഹരിക്കുന്നു. ഇതാണ് വഴിയരികിൽ വീണ വിത്ത്. പാറപ്പുറത്ത് വിതയ്ക്കപ്പെട്ട വിത്താകട്ടെ വചനം കേട്ട് ഉടനെ സസന്തോഷം സ്വീകരിക്കുന്നവനാണ്. എന്നാൽ തന്നിൽ വേരില്ലാത്തതിനാൽ അല്പനേരം മാത്രമേ നിന്നിട്ട് വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ അവൻ തൽക്ഷണം ഇടറിപ്പോകുന്നു. മറ്റൊരുവൻ വചനം ശ്രവിക്കുന്നു. എന്നാൽ ഈ ലോകത്തിൻ്റെ ഉത്കണ്ഠയും ധനത്തിൻ്റെ ആകർഷത്വവും വചനത്തെ ഞെരുക്കുകയും അത് ബലശൂന്യമാകുകയും ചെയ്യുന്നു. അവനാണ് മുള്ളുകൾക്കിടയിൽ വീണ വിത്ത്. എന്നാൽ വചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ട വിത്ത്. അവൻ നിശ്ചയമായും ഫലം പുറപ്പെടുവിക്കുന്നു. ചിലപ്പോൾ 100 മേനിയും 60 മേനിയും മറ്റു ചിലപ്പോൾ 30 മേനിയും. കളകളുടെ ഉപമ. അവൻ അവരോട് മറ്റൊരു ഉപമ പറഞ്ഞു. തൻ്റെ വയലിൽ നല്ല വിത്ത് വിതയ്ക്കുന്ന മനുഷ്യനോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാം. ആളുകൾ ഉറക്കമായപ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു. ചെടികൾ വളർന്ന് കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു. വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു, യജമാനനെ, നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്? പിന്നെ കളകളുണ്ടായത് എവിടെ നിന്ന്? അവൻ പറഞ്ഞു, ശത്രുവായ ഒരു മനുഷ്യനാണ് ഇത് ചെയ്തത്. വേലക്കാർ ചോദിച്ചു,
അതിനാൽ ഞങ്ങൾ പോയി കളകൾ പറിച്ചു കൂട്ടണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഇല്ല. കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികളും നിങ്ങൾ പിഴുതു കളഞ്ഞെന്ന് വരും. കൊയ്ത്തുവരെ അവ ഒരുമിച്ച് വളരാൻ അനുവദിക്കുക. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും, ആദ്യമേ കളകൾ ശേഖരിച്ച് തീയിൽ ചുട്ടുകളയാൻ. അവ കെട്ടുകളാക്കി വയ്ക്കുവിൻ. ഗോതമ്പ് എൻ്റെ ധാന്യപ്പുരയിൽ ശേഖരിക്കുവിൻ. കടുകുമണിയുടെയും പുളിമാവിൻ്റെയും ഉപമ. അവൻ അവരോട് വേറൊരു ഉപമ പറഞ്ഞു. സ്വർഗരാജ്യം ഒരുവൻ വയലിൽ പാകിയ കടുകുമണിക്ക് സദൃശ്യം. അതെല്ലാം വിത്തിനേക്കാൾ ചെറുതാണ്. എന്നാൽ വളർന്നു കഴിയുമ്പോൾ അത് മറ്റു ചെടികളെക്കാൾ വലുതായി ആകാശപ്പറവുകൾ വന്ന് അതിൻ്റെ ശിഖരങ്ങളിൽ ചേക്കേറാൻ തക്കവിധം മരമായി തീരുന്നു. മറ്റൊരു ഉപമ അവൻ അവരോട് അരുളി ചെയ്തു. 3 അളവ് മാവിൽ അത് പുളിക്കുവോളം ഒരു സ്ത്രീ ചേർത്ത പുളിമാവിന് സദൃശ്യമാണ് സ്വർഗരാജ്യം. ഇവയെല്ലാം ഉപമകൾ വഴിയാണ് യേശു ജനക്കൂട്ടത്തോട് പറഞ്ഞത്. ഉപമകളിലൂടെ അല്ലാതെ അവൻ ഒന്നും അവരോട് പറഞ്ഞിരുന്നില്ല. ഞാൻ ഉപമകൾ വഴി സംസാരിക്കും, ലോകസ്ഥാപനം മുതൽ നിഗൂഢമായിരുന്നവ ഞാൻ വെളിപ്പെടുത്തും എന്ന് പ്രവാചകനിലൂടെ പറയപ്പെട്ടത് പൂർത്തിയാകാനായിരുന്നു ഇത്. കളകളുടെ ഉപമ വിശദീകരണം. പിന്നീട് അവൻ ജനക്കൂട്ടത്തെ പറഞ്ഞയച്ചിട്ട് വീട്ടിലേക്ക് വന്നു. ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്നു. വയലിലെ കളകൾ സംബന്ധിക്കുന്ന ഉപമ ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നാലും. അവൻ മറുപടി പറഞ്ഞു, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രനാണ്, വയൽ ലോകവും. നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാരും കളകൾ ദുഷ്ടന്റെ പുത്രന്മാരുമാണ്. അവ വിതച്ച ശത്രു പിശാചാണ്. കൊയ്ത്ത് യുഗാന്തമാണ്. കൊയ്ത്തുകാർ ദൈവദൂതന്മാരും കളകൾ ശേഖരിച്ച് അഗ്നിക്കിരയാക്കുന്നത് എങ്ങനെയോ അങ്ങനെ തന്നെയായിരിക്കും യുഗാന്തത്തിലും. മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കുകയും അവർ അവൻ്റെ രാജ്യത്തു നിന്ന് എല്ലാ പാവഹേതുക്കളെയും അനീതി പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ കരച്ചിലും പല്ലുകടിയുമായിരിക്കും. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. ചെവിയുള്ളവർ കേൾക്കട്ടെ. നിധിയുടെയും രത്നത്തിൻ്റെയും വലയുടെയും ഉപമകൾ. സ്വർഗരാജ്യം വയലിൽ ഒളിഞ്ഞിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്ന മനുഷ്യൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ കടലെറിയപ്പെട്ട വിലയ്ക്ക് തുല്യം. വല നിറഞ്ഞപ്പോൾ അവർ അത് കരയ്ക്ക് വലിച്ചു കയറ്റി. അവിടെ ഇരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രങ്ങൾ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തു. യുഗാന്തത്തിലും ഇതുപോലെയായിരിക്കും. ദേവദൂതന്മാർ പുറപ്പെട്ടു ചെന്ന് ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ കരച്ചിലും പല്ലുകടിയുമായിരിക്കും. നിങ്ങൾ ഇതെല്ലാം ഗ്രഹിച്ചുവോ? അവൻ ചോദിച്ചു. ഉവ്, അവർ പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞു, അതിനാൽ സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനായിത്തീർന്ന ഓരോ നിയമജ്ഞനും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യനാകുന്നു. സ്വന്തം നാട്ടിൽ അവഗണിക്കപ്പെടുന്നു. അങ്ങനെ യേശു ഈ ഉപമകൾ അവസാനിപ്പിച്ചപ്പോൾ അവിടെ നിന്നും പുറപ്പെട്ട് സ്വദേശത്ത് വന്ന് അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു. അവർ വിസ്മയഭരിതരായി ചോദിച്ചു, ഇവന് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന്? ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ? ഇവൻ്റെ അമ്മ മറിയം എന്ന് വിളിക്കപ്പെടുന്നവളല്ലേ? യാക്കോബ്, ജോസഫ്, ഷിമയോൻ, യൂദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ? ഇവൻ്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. പിന്നെ ഇവന് ഇതെല്ലാം എവിടെ നിന്ന്? അവർക്ക് അവനിൽ ഇടർച്ചയുണ്ടായി. യേശു അവരോട് പറഞ്ഞു, പ്രവാചകൻ സ്വദേശത്തും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും അവമതിക്കപ്പെടുന്നില്ല. അവരുടെ അവിശ്വാസ നിമിത്തം അവൻ അവിടെ കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. വെളിപാടിന്റെ പുസ്തകം അധ്യായം 1. പ്രാരംഭം. യേശുക്രിസ്തുവിന്റെ വെളിപാട്. ഉടനെ സംഭവിക്കേണ്ടവ തൻ്റെ ദാസർക്ക് കാണിച്ചു കൊടുക്കേണ്ടതിന് ദൈവം അവന് നൽകിയതും അവൻ തൻ്റെ ദൂതനയച്ച് ദാസനായ യോഹന്നാനെ അറിയിച്ചതും
അവൻ ദൈവവചനത്തിനും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിനും താൻ കണ്ടതിനെല്ലാം സാക്ഷ്യം നൽകി. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവനും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടവ പാലിക്കുന്നവരും അനുഗ്രഹീതർ. എന്നാൽ സമയം അടുത്തിരിക്കുന്നു. അഭിവാദനം. യോഹന്നാൻ ഏഷ്യയിലെ 7 സഭകൾക്ക് ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായവനിൽ നിന്നും അവൻ്റെ സിംഹാസനത്തിലെ മുൻപിലെ സപ്താത്മാക്കളിൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപനുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം. നമ്മെ സ്നേഹിക്കുന്നവനും സ്വന്തം രക്തത്താൽ നമ്മുടെ പാവങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച് തൻ്റെ ദൈവവും പിതാവുമായവൻ്റെ രാജ്യവും പുരോഹിതനുമാക്കിയവന് മഹത്വവും ശക്തിയും എന്നും എന്നേക്കും ആമേൻ. ഇതാ അവൻ മേഘങ്ങളോട് കൂടെ വരുന്നു. ഓരോ മിഴിയും അവനെ കാണും. അവനെ കുത്തിമുറിവേൽപ്പിച്ചവർ പോലും ഭൂമിയിലെ എല്ലാ ഗോത്രങ്ങളും അവനെ പ്രതി വിലപിക്കും. അതെ, ആമേൻ. ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവം അരുളിച്ചെയ്യുന്നു, ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു. പുത്രന്റെ ദർശനം. നിങ്ങളുടെ സഹോദരനും ക്ലേശങ്ങളിലും രാജ്യത്തിലും സകലശക്തിയിലും യേശുക്രിസ്തുവിൽ നിങ്ങളോട് പങ്കുചേർന്നവനുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനത്തെയും യേശുവിൻ്റെ സാക്ഷ്യത്തെയും പ്രതി പാത്മോസ് എന്ന് വിളിക്കപ്പെടുന്ന ദ്വീപിലായിരുന്നു. കർത്തൃദിനത്തിൽ ഞാൻ ആത്മാവിലായിരിക്കെ എൻ്റെ പിന്നിൽ നിന്ന് കാഹളത്തിൻ്റേതുപോലുള്ള വലിയ ഒരു സ്വരം പറയുന്നത് കേട്ടു. നീ കാണുന്നത് ഒരു ഗ്രന്ഥത്തിലെഴുതി എഫെസോസ്, സ്മിർന, പെർഗാമോസ്, തിയത്തീറ, സാർദീസ്, ഫിലാദൽഫിയ, ലവോദിക്യ എന്നീ 7 സ്ഥലങ്ങളിലെ 7 സഭകൾക്ക് അയച്ചു കൊടുക്കുക. എന്നോട് സംസാരിച്ച സ്വരം കാണാൻ ഞാൻ തിരിഞ്ഞപ്പോൾ സ്വർണ്ണനിർമ്മിതമായ 7 ദീപപീഠങ്ങൾ ഞാൻ കണ്ടു. ദീപപീഠങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ. അവന് പാദം വരെ നീണ്ടുകിടക്കുന്ന മേലങ്കി, മാറോടടുത്ത് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച, അവൻ്റെ ശിരസ്സും മുടിയുമാകട്ടെ വെൺകമ്പിളി പോലെയും മഞ്ഞുപോലെയും ധവളം, നയനങ്ങൾ തീജ്വാല പോലെ, പാദങ്ങൾ ചൂളയിൽ ചുട്ടുപഴിപ്പിച്ച തിളങ്ങുന്ന പിത്തള പോലെ. അവൻ്റെ സ്വരം പെരുവെള്ളത്തിൻ്റെ ഇരമ്പൽ പോലെയും. അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രങ്ങൾ. അവൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുവായ്ത്തലവാൾ. അവൻ്റെ വദനം പൂർണ്ണശക്തിയോടെ പ്രകാശിപ്പിക്കുന്ന സൂര്യനെപ്പോലെ. അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെപ്പോലെ അവൻ്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ തൻ്റെ വലങ്കൈ എൻ്റെ മേൽ വച്ചുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനാണ് ആദ്യനും അന്ത്യനും ജീവിക്കുന്നവനും. ഞാൻ മൃതനായി, എന്നാൽ ഇതാ ഞാൻ എന്നും എന്നേക്കും ജീവിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ പക്കലുണ്ട്. അതിനാൽ നീ കണ്ടതും ഉള്ളവയും ഇവയ്ക്ക് ശേഷം സംഭവിക്കാനിരിക്കുന്നവയും എഴുതുക. എൻ്റെ വലങ്കയിൽ നീ കണ്ട 7 നക്ഷത്രങ്ങളുടെയും 7 സ്വർണ്ണദീപപീഠങ്ങളുടെയും രഹസ്യം ഇതാണ്. 7 നക്ഷത്രങ്ങൾ 7 സഭകളുടെ ദൂതന്മാരും 7 ദീപപീഠങ്ങൾ 7 സഭകളുമാകുന്നു. ഇന്നത്തെ വചനവായന പൂർണ്ണതയിലെത്തുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ വചനമെന്ന വിത്ത് പാകപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് ക്രിസ്തുവിൻ്റെ മഹത്വം തിരിച്ചറിയാൻ സാധിക്കൂ. സ്വർഗരാജ്യത്തെ ഏറ്റവും വലിയ നിധിയായി കണ്ട് അതിനായി ജീവിതം സമർപ്പിക്കാം. ആൽഫയും ഒമേഗയുമായ മിശിഹ നമ്മുടെ ജീവിതയാത്രയിൽ എന്നും കൂടെ ഉണ്ടാകട്ടെ. ദൈവത്തിന് മഹത്വം.